എന്താണ് ആരുടെ ആഖിബത്ത് എവിടെയാ രക്ഷപ്പെടുക നമുക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് രക്ഷ വേണം. നമ്മൾ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നമ്മൾ പോണ്ട. നമുക്ക് ഐക്യം, നമ്മുടെ ജമാഅത്ത് ഏത് ജമാഅത്താണോ ആ ജമാഅത്തിന്റെ ഐക്യവും അതിന്റെ സാഹോദര്യവും നിലനിർത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് ജമാഅത്തെങ്കിലും എങ്കിലും റാഹത്തായി എല്ലാ ഹൈറുകളും ഉണ്ടാവും ആ ജമാഅത്ത്. ഇല്ല ഒരാളെ കളിയാക്കിയാൽ എന്താ സംഭവിക്കാം? ഒരു ഹദീസോടെ ഒന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ നിർത്താൻ പോവാണ്. കാരണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പ്രസംഗത്തിന് പോകണം. 9 മണിക്ക് അവിടെ തുടങ്ങുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 9 മണിക്ക് പോയാലും അവനെ അവിടെ എത്തിയിട്ടെത്തുകയാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്? സ്വഹാബത്തെ അതദറൂന മൽ മുഫ്ലിസ്? ആരാണ് ഒന്നുമില്ലാത്തവനെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തെ? ആരാണ് ഒന്നുമില്ലാത്തവൻ? ഒന്നുമില്ലാത്തവൻ ആരാ? ഉടനെ സ്വഹാബത്ത് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ നബിയെ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ദിർഹമോ ദിനാറുകളോ മറ്റു വിഭവങ്ങളോ ഇല്ലാത്തവനാണ്. അവനാണ് ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ. ദിർഹമില്ല, നമ്മൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പൊ ഒന്നുമില്ലാത്തവനാരാ? APL കാർഡ്, BPL കാർഡൊക്കെ ഇവിടെ ഉണ്ടല്ലോ. BPL കാർഡിന് ഒരുപാട് ആനുകൂല്യങ്ങളാണ്. അവരാ എല്ലാം ഉള്ളവർ. APL കാരന് ഒന്നുമില്ല. ഇപ്പൊ തിരിച്ചു വെക്കണം ഈ സാധനം. APLും BPLും. BPL എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വർഗ്ഗക്കാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ, സർക്കാർ തലത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഉള്ളത്. APL കാരനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ആരാ ഉയർന്നു നിൽക്കുന്ന? ആരാ? BPL കാരനാണ്. ഗവൺമെന്റ് ആശുപത്രി പോയാലും, മെഡിക്കൽ കോളേജിൽ പോയാലും, പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും, ബാങ്കിൽ പോയാലും, ഏത് ബലാ മുസീബത്തിൽ പോയാലും ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ഓക്കെ. APL കാരൻ അങ്ങോട്ടോട് ഇങ്ങോട്ടോട്, അവിടുത്തെ കൊണ്ടുപോയി ഇവിടുത്തെ കൊണ്ടുപോയി അവിടുന്ന് കൊണ്ടുപോയി ഇങ്ങനെ തരം തിരിച്ച്. അപ്പൊ ഉയർന്നവനാരാ? BPL കാരൻ തന്നെ. നമ്മൾ APL അല്ല, വേസ്റ്റ്. അപ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറയും ആരാ ഒന്നുമില്ലാത്തവൻ? അത് BPL കാരനാ, റേഷൻ അരി തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബാക്കിയുള്ളവരെല്ലാം മോട്ടോർ റൈസ് തിന്നുമ്പോ ഇവർ സാധാരണ നൈസ് റൈസ് തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല, APL കാർഡ് BPL കാർഡ് ഇല്ലാത്തവനൊന്നും അല്ല. ഒന്നുമില്ലാത്തവൻ ആരെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ. നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ, പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായ മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ പവിഴമാണ്, മാണിക്യമാണ്. പെറുക്കിയെടുക്കണേ. അത് നിരാശയോടെ, അത് നിസാരതയോടെ കാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മദീന പള്ളിയിലെ ഉമ്മറപ്പടിയിലിരുന്ന് സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ. നമ്മളിൽ ആരാണ് ദരിദ്രനെന്നറിയുവോ സഹാബത്തെ? യഅതി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവൻ വരികയാണ്, ബിസ്സലാത്തിൻ നമസ്കാരവുമായി, വസകാത്തിൻ സകാത്തുമായി, വസിയാമിൻ നോമ്പുമായി, വസദഖത്തിൻ ദാനധർമ്മങ്ങളുമായി, വഹജ്ജിൻ ഹജ്ജുമായി. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള ആവേശത്തോടെ, സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള വ്യാമോഹത്തോടെ അവന്റെ ഓരോ നമസ്കാരങ്ങളുമായി, തഹജ്ജുദ് നമസ്കാരങ്ങളുമായി, ഇശ്റാഖ് നമസ്കാരങ്ങളുമായി, ദുഹാ നമസ്കാരങ്ങളുമായി, സുന്നത്ത് നമസ്കാരങ്ങളുമായി നേരെ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഈ നമസ്കാരം നീ സ്വീകരിച്ചിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമേ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് തുറപ്പിച്ചവരാണ്, ഒരുപാട് പേർക്ക് വെള്ളം വാങ്ങിക്കൊടുത്തവരാണ്, ഒരുപാട് പേർക്ക് കാരക്ക സമ്മാനിച്ചവരാണ്. എത്രയെത്ര രാപകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമാക്കിയതാണ്. തന്റെ ജീവിതത്തിന്റെ എത്രയോ വർഷങ്ങളിൽ ഓർമ്മയുള്ള സമയത്ത് പോലും നോമ്പ് പിടിച്ചിട്ട് മരിക്കുന്നത് വരെ നോമ്പ് വിടാതെ പരിപൂർണമായി റമളാനിന്റെ രാപകലുകളെ സജീവമാക്കിയവനാണ്. അവനാ നോമ്പുമായി റബ്ബിന്റെ കോടതിയിലേക്ക്
വരികയാ. വർഷങ്ങളായി സമ്പാദിച്ച് സ്വരൂപിച്ചു കൂട്ടിയ പണം അതെല്ലാം ശേഖരിച്ചു വെച്ച് ഹജ്ജിന് പോയ സഹോദരനാണ്. ത്യാഗത്തോടുകൂടി ഹജ്ജ് ചെയ്ത് ആ ഹജ്ജുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. തന്റെ കൈവശം കിട്ടുന്ന ചെറിയ ചെറിയ പൈസകൾ സാദിഖുകൾക്ക് വേണ്ടി സദഖകൾ ചെയ്തവനാണ്. ആ സദഖകൾ മുഴുവനുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. എത്രയെത്ര സമയം കിട്ടിയാലും പള്ളിയിൽ പോയിരുന്നായാലും വീട്ടിൽ പോയിരുന്നായാലും ഖുർആൻ പാരായണം നടത്തിയിട്ട് ഒരുപാട് ഖത്തം ഓതി തീർത്തവനാണ്. 100-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 50-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 1-ലേറെ ഖത്തം തീർത്തവരുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ഖത്തം തീർക്കുന്ന സഹോദരിമാര് സഹോദരങ്ങൾ പോലുമുണ്ട്. ഈ ഖുർആന്റെ ഓത്തുമായി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. ഇവരെല്ലാം ഈ നന്മകളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും. ഇതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കടക്കാമല്ലോ എന്ന ബോധിയിൽ ഇങ്ങനെ വരുമ്പോ അല്ലാഹ് ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യും. ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് എൻ്റർ ചെയ്ത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോൾ ആ സാധനത്തിനകത്തൂടെ കയറുമ്പോ കിണുക്കോ എന്നൊരു സൗണ്ട്. എല്ലാം കയറുമ്പോ എല്ലാ ഫ്ലൈറ്റിൽ എത്താറാകുമ്പോ ഒരു സൗണ്ട് ഉടനെ എന്റെ ഷൂര്, പാൻറ്റൂര്, ഷർട്ടൂര്, അതൂര്, ഇതൂര്, മൊത്തം ഊര് മുഴുവനെ നിർത്താം. കാരണം ഈ സൗണ്ട് കേൾക്കുന്നത് എവിടുന്ന് വരുന്നതാണ്. സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അതാ തനിക്കെതിരായിട്ടൊരു കൂട്ടർ കടന്നു വരികയാണ്. ഇത്തരത്തോളം ഇബാദത്തുകളുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയവന്റെ അരികിലേക്ക് അതാ ഒരു കൂട്ടർ കടന്നു വന്നിട്ട് പറയുകയാണ്, വയതീമൻ ഖദ് ശതമ ഹാദാ വളറബ ഹാദാ വസഫക ദമ ഹാദാ وقد قذف هذا وأكل مال هذا فيعطى من حسناته ثم طرح في النار. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത്. അബൂബക്കർ സ്വീകരിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്വീകരിക്കണേ. നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പ് വെറുതെയായി പോകല്ലേ, നമ്മുടെ ഖുർആനോത്ത് വെറുതെയാകരുതേ, നമ്മുടെ ഹജ്ജും ഉംറയും സകാത്തും വെറുതെയാകരുതേ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന നമസ്കാരം വെറുതെയാകരുതേ. ത്യാഗം സഹിച്ച് ഒരുമിച്ച് കൂട്ടിയ പൈസയുമായി ഹജ്ജിന് പോവുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി ആ റൗളയുടെ മുന്നിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കുമാ യാ ഖലീഫത്തൈ റസൂലില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മനസ്സിന് ശാന്തി തേടിയ നാം അതെല്ലാം നമ്മൾ വെറുതെയായി പോകരുതേ. ഇവര് നന്മകളുമായി ആഖിറത്തിലേക്ക് വരുമ്പോ ഒരു കൂട്ടരോടി വന്നിട്ട് റബ്ബിനോട് പറയുകയാണ്, പടച്ചവനെ ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കുകയാണോ അല്ലാഹുവേ? വഖദ് ഖദഫ ഹാദാ, ഞാൻ പർദ ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോ എന്നെ അപരാധം പറഞ്ഞവനാണ് അല്ലാഹ്, എനിക്കെതിരെ അപരാധവാദവുമായി നടന്നവനാണ് അല്ലാഹ്. ഇവന്റെ പണത്തിന്റെ തിമിറ് കാരണം, പണത്തിന്റെ പവർ കാരണം അവനെതിരെ ചൂണ്ടാണി വിരൽ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞില്ല പടച്ചവനെ. അതുകൊണ്ട് നീ നീതിമാനാണ് അല്ലാഹ്. എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ നിന്നിലേക്ക് സർവ്വതും സമർപ്പിച്ചു പടച്ചവനെ. ഈ ആഖിറത്തിൽ എനിക്കതിന് പരിഹാരം കാണുമെന്ന് ഉറപ്പുണ്ട് അല്ലാഹ്. ആദിലായ റബ്ബേ, നീതിമാനായ റബ്ബേ, ഈ സമയത്ത് നീ എനിക്ക് പരിഹാരം വാങ്ങി തരണമേ റബ്ബേ എന്ന് പറയുമ്പോ ഈ അമലുകളുമായി വന്നവന്റെ അമലുകൾ എടുത്തിട്ട് അല്ലാഹു ചോദിക്കും, ഇവന്റെ ഈ ആവലാതി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണേ, ഇത് ശരിയാണോ, ഇവൻ പറയുന്നത് ശരിയാണോ, ഇതിൽ വല്ല ന്യായമുണ്ടോ എന്ന് നോക്കണമേ എന്ന് പറയുമ്പോ അല്ലാഹുവേ ഇവൻ സാധുവാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ്, പള്ളിയിൽ വന്ന് അപരാധം പറഞ്ഞവനാണ്, ചായ കുടിച്ചുകൊണ്ട് കടയുടെ പീടികയുടെ തിണ്ണയിലിരുന്നിട്ട് അപരാധം പറഞ്ഞവനാണ്, മറ്റൊരാളോട് ഫോണിലൂടെ അപരാധം പറഞ്ഞവനാണ്, വിദേശത്ത് ജോലിക്ക് പോയപ്പോ അപരാധം പറഞ്ഞവനാണ്, ഒരാണിനെ കുറിച്ചാകട്ടെ, ഒരു പെണ്ണിനെ കുറിച്ചാകട്ടെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാകട്ടെ, ഒരു യുവതിയെ കുറിച്ചാകട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാകട്ടെ, മരിച്ചവരെ കുറിച്ചാകട്ടെ, നീ അറിയാതെ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി 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 തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ അമൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതൊരു
വ്യക്തിക്കെതിരെയാണോ നീ അപരാധം പറഞ്ഞത്, ആ വ്യക്തിക്ക് അല്ലാഹു വാങ്ങിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫയുഅതാ മിൻ ഹസനാതിഹി. അവന്റെ നന്മകൾ വാങ്ങി ആ സാധുവായ മനുഷ്യനോ സാധുവായ ആണിനോ സാധുവായ പെണ്ണിനോ കൊടുക്കുമ്പോ ഇവന്റെ അമലുകൾ ഒന്നുമില്ല, ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ അമലുകളാണ്. സുമ്മ തുരിഹ ഫിന്നാർ. ഇത്രത്തോളം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഇബാദത്തുമായി പോയ ഈ മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തള്ളിയിടുന്നത് ഭയങ്കരമായ അഹങ്കാരികൾക്ക് വേണ്ടി, അധർമ്മകാരികൾക്ക് വേണ്ടി, ഗുണംകെട്ട പരാജിതർക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകകുണ്ടാരത്തിലേക്ക് ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി പോയ മനുഷ്യനെ നാളെ തള്ളിയിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണ്. ഒന്നുമില്ലാതെ അവൻ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും സഹോദര. ഇവനാണ് മുഫ്ലിസ്, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നബിയുനാ റസൂലുള്ളാഹി ഇവനാണ് ഒന്നുമില്ലാത്ത BPL, ഒറിജിനൽ BPL. അതാണ് ഇവിടെ നമുക്ക് BPL ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് BPL ആക്കാൻ പറ്റും. പാസ്പോർട്ടിൽ ECNR ഇല്ലെങ്കിൽ പുലൂസ് കൊടുത്തിട്ട് ECNR അടിക്കും, അല്ലെങ്കിൽ കാസർഗോഡ് എംബസിയിൽ എങ്കിലും അടിച്ചു കിട്ടും. ഇതൊക്കെ സ്വാഭാവികം. ഇവിടെ നമുക്ക് എല്ലാം ഓക്കെ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതാവരുത്. അപ്പൊ ഇവിടുന്ന് ഒരാളെ കുറിച്ച് അനാവശ്യ അപരാധമൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയാൽ മുഫ്ലിസ് ഒന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ശേഷം വന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഞാനൊരു ചെറിയ ദ്വാരക്ക ഉസ്താദ് വേണമെങ്കിൽ 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. എന്തായാലും വന്നില്ല നിങ്ങൾ, 9 മണി എല്ലാം ആയുള്ളൂ. പെണ്ണുങ്ങൾക്ക് 9:30 വീട്ടിൽ എത്തിയാൽ മതി, 9:30 സീരിയൽ. അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂർ